നമസ്കാരം കൂട്ടുകാരെ. ജൂലൈ 18 നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയെ ലക്ഷ്യമാക്കി നാളെ മുതൽ നമ്മളൊരു പ്രത്യേക 20 ദിവസത്തെ MCQ റിവിഷൻ സീരീസ് ആരംഭിക്കുകയാണ്. ഈ 20 ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 50 ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ പഠിക്കുന്നത്. 20 ദിവസവും സീരീസ് മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. ദിവസവും കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് 100 കണക്കിന് പ്രധാന ചോദ്യങ്ങൾ റിവൈസ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ്. അതിനു മുന്നേ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവാനും ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ഈ 20 ദിവസം നമ്മൾ പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 3 പാർട്ടായിട്ടാണ് പ്രധാനമായിട്ടും ഇത് തിരിച്ചിരിക്കുന്നത്. 3 പാർട്ട്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ GK, കറണ്ട് അഫയേഴ്സും കേരള റിനേസൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നോക്കൂ. നാളെ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ശാസ്ത്ര, സാങ്കേതിക, കലാ, സാംസ്കാരിക മേഖലയിലെ സംഭവങ്ങളായിരിക്കും. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ, പിന്നെ ശാസ്ത്ര നേട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ദിവസം കായിക രംഗവും രാഷ്ട്രീയവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഒളിമ്പിക്സ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അന്ന് നോക്കുന്നത്. മൂന്നാമത്തെ ദിവസം നമ്മൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പറ്റിയിട്ടാണ്. അതിരുകൾ, അതിർത്തികൾ, പിന്നെ പ്രധാന നദികൾ, പർവ്വത നിരകൾ, എല്ലാത്തിൻ്റെയും ഓരോ ഡേയിലും നമ്മൾ 50 MCQ വീതമായിരിക്കും പഠിക്കുന്നത്. നാലാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ എനർജി ആൻഡ് ട്രാൻസ്പോർട്ട്, ഊർജ്ജ മേഖലയും ഗതാഗത വാർത്താവിനിമയവും, ഇപ്പോൾ ആണവ നിലയങ്ങൾ, സൗരോർജ്ജ പദ്ധതികൾ, ദേശീയപാതകൾ, റെയിൽവേ, പിന്നെ ISROയുടെ സംരംഭങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ സമയത്ത് പഠിക്കുന്നത്. അഞ്ചാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 1857 വിപ്ലവം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ആദ്യകാല സംഘടനകളൊക്കെ നമുക്ക് നോക്കാം. ആറാമത്തെ ദിവസം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗവും വെല്ലുവിളികളും, അതായത് പ്രധാനപ്പെട്ട ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങൾ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഏഴാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുവാണ്. ആദ്യം നമ്മൾ പൗരൻ്റെ അവകാശങ്ങളും കടമകളും ദേശീയ ചിഹ്നങ്ങളും, അവിടെ നമ്മൾ മൗലിക അവകാശങ്ങൾ, കടമകൾ, പിന്നെ ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം എന്നിവയുമായി ബന്ധപ്പെട്ട ആവർത്തന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്. എട്ടാമത്തെ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനും, അവിടെ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും പിന്നെ പ്രധാന വകുപ്പുകളൊക്കെ നമുക്ക് നോക്കണം. ഇനി 9ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും നദികളുമാണ് നോക്കുന്നത്. അതിരുകൾ, കേരളത്തിൻ്റെ അതിരുകൾ, പിന്നെ നമ്മുടെ നദികൾ, കായലുകൾ, പ്രധാന ജലവൈദ്യുത പദ്ധതികളെയൊക്കെ പറ്റി നമുക്ക് അന്ന് പഠിക്കാം. 10ാമത്തെ ദിവസം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളുമാണ്. പ്രധാന നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കേരളത്തിലെ കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയവയൊക്കെയാണ് 10ാമത്തെ ദിവസം പഠിക്കുന്നത്. ഇനി 11ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ നവോത്ഥാനമായിട്ട് റിലേറ്റ് ചെയ്ത് 2 പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത്. 11ാമത്തെ ദിവസം പ്രധാന പ്രസ്ഥാനങ്ങളും നേതാക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, അങ്ങനെയുള്ളതൊക്കെ പഠിക്കുന്നു. അവരുടെ കൃതികളും നമുക്ക് നോക്കണം. പിന്നെ 12ാമത്തെ ദിവസം പാർട്ട് 2 ആയിട്ട് നമ്മൾ ബാക്കി പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരും, പിന്നെ നമ്മുടെ സത്യാഗ്രഹങ്ങൾ, പ്രധാന സംഭവങ്ങളായ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നമ്മൾ ആ ഡേ 12ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ പാർട്ട് 1 വരുന്നത്. ഈ പാർട്ട് 2 എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് സെക്ഷനിലേക്ക്, നാച്ചുറൽ സയൻസിലേക്ക് നമ്മൾ കടക്കുവാണ്. അത് ജീവശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നുള്ള മാർക്കുകളൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പം അതിൽ ഡേ 13 നമ്മൾ മനുഷ്യ ശരീരവും ജീവകങ്ങളും, ഓരോ ശരീര വ്യവസ്ഥകൾ, ഇപ്പോൾ ദഹന വ്യവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വൈറ്റമിൻസും അവയുടെ അപര്യാപ്തത, രോഗങ്ങളും, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കത് പഠിക്കാം. ഡേ 14 കൂടുതലായിട്ട് രോഗങ്ങളും രോഗകാരികളുമാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ, കേരളത്തിലെ പ്രധാന ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഡേ 14 പഠിക്കാം. ഡേ 15 വരുമ്പോൾ അവിടെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? നെല്ല്, നാളികേരം, സുഗന്ധവ്യഞ്ജനങ്ങൾ, പിന്നെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെയൊക്കെ പറ്റി പഠിക്കണം. ഇനി ഡേ 16 വനങ്ങളും വനവിഭവങ്ങളും, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും, ആഗോളതാപനം, ഓസോൺ പാളി, പിന്നെ നമ്മുടെ പ്രധാന പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, ചിപ്കോ പ്രസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതോടുകൂടി നാച്ചുറൽ സയൻസ് തീർന്നു. നാച്ചുറൽ സയൻസിന് 4 ദിവസമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത പാർട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസ് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതിലെ പ്രധാന ആശയങ്ങളും പിന്നെ ആവർത്തന ചോദ്യങ്ങളുമായിരിക്കും നമ്മൾ തരുന്നത്.
ഓക്കെ, എല്ലാം പക്ഷേ 50 MCQ രീതിയിലുള്ളതും അതിൻ്റെ കൂടെ തന്നെ റിലേറ്റഡ് ഫാക്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും 50 എന്ന് പറയുമ്പോൾ. എന്നാലും നമുക്ക് എന്താണ് ആ എക്സാമിന് മുമ്പ് 20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ആ ഒരു സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡേ 17 ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും മൂലകങ്ങളുടെ വർഗ്ഗീകരണവും, ഇപ്പോൾ സബ് ആറ്റോമിക് കണകങ്ങൾ, പിന്നെ ഐസോടോപ്പ്, പീരിയോഡിക് ടേബിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പ്രധാന മൂലകങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 18ാമത്തെ ദിവസം വാതകങ്ങളും രാസപ്രവർത്തനങ്ങളും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ. ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെയുള്ള പ്രധാന വാതകങ്ങൾ, പിന്നെ നിത്യജീവിതത്തിൽ ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഇനി 19ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയും ഊർജവും, ബലവും ചലനവും, ഫോഴ്സ്, മോഷൻ അല്ലേ, അത് ന്യൂട്ടൻ്റെ ചലന നിയമം, പിന്നെ വിവിധ തരം ബലങ്ങൾ, ഊർജ്ജരൂപ മാറ്റങ്ങൾ, അതൊക്കെയാണ് ഡേ 19 പഠിക്കുന്നത്. ഡേ 20 ആണ് ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ അവിടെ താപവും പ്രകാശവും ശബ്ദവും പിന്നെ സൗരയൂഥവും സവിശേഷതകൾ. ഇപ്പോൾ പ്രകാശത്തിൻ്റെ പ്രതിഫലനം, അപവർത്തനം, പിന്നെ ശബ്ദത്തിൻ്റെ അങ്ങനെയുള്ളത് സവിശേഷതകൾ, പിന്നെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 20 ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക്, ഈ ഡേയിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇതായിട്ടായിരിക്കും. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് 2025 ജൂൺ മുതൽ ഈ 2026 തൊട്ട് മുമ്പുള്ള മാസം, മെയ് മാസം വരെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നതും ആ കറണ്ട് അഫയേഴ്സ് അതായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആദ്യം ശാസ്ത്ര സാങ്കേതികവും കലാസാംസ്കാരികവുമായി റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ കായികം, രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ അങ്ങനെ 2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് 2025 ജൂൺ മുതലായിരിക്കും കേട്ടോ. ജൂൺ മുതൽ ഇപ്പോൾ വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ പഠിക്കേണ്ടത് ഏതാണ്? മാത്സ് ആണ്. മാത്സ് ഞാനൊരു പണിയാണ്. നമുക്ക് ഏറ്റവും പുതിയ 2026 ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എന്താണ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. MCQ അല്ല, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കാം. അപ്പോൾ മാത്സ് വേണോ എന്നുള്ളവർ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എല്ലാം കൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞു തരുന്നത്, നേരെ ബോർഡിലൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. മാത്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് PYQ നിന്ന് മാത്സ് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ 20 ദിവസം കൊണ്ട് ഇതിങ്ങനെ തീർക്കാം. ഓക്കെ, മാത്സ് 2 സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ 20 ദിവസത്തിൽ ഓരോ വീഡിയോ മാത്സിന് വേണ്ടിയും വയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ 2 വീഡിയോ വീതം നിങ്ങൾ കാണേണ്ടി വരും. അതല്ല മാത്സ് വേണ്ട എന്നുള്ളതാണെങ്കിൽ ഇത് മാത്രം ഒറ്റ വീഡിയോ 50 ക്വസ്റ്റ്യൻസ് ഡെയിലി പഠിച്ചു പോകാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പഠിച്ച് പോകുമ്പോൾ നമുക്കത് എന്താണ് ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും ഓരോ ചെറിയ ശ്രമങ്ങളുടെ ഫലമായിട്ടല്ലേ ഏറ്റവും വലിയ ഒരു പവർ പാക്ക് ചലഞ്ചായിട്ട് നിങ്ങൾക്കിത് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ദിവസം കൃത്യമായി ഈ MCQ സെക്ഷൻ എല്ലാവരും കാണുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അവിടെയായിരിക്കും ഈ സ്റ്റഡി പ്ലാൻ ഇട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ നാളെ മുതൽ വീണ്ടും കാണാം. താങ്ക്